സിപിഎമ്മിലെ കത്ത് ചോർച്ച വിവാദത്തിൽ വീണ്ടും പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. രാജേഷ് കൃഷ്ണ കേരളത്തിലെ പദ്ധതികളുടെ ഇടനിലക്കാരനാണോ എന്ന ചോദ്യമാണ് വി.ഡി. സതീശൻ ഉന്നയിക്കുന്നത്. രാജേഷ് കൃഷ്ണയും സിപിഎം നേതാക്കളും തമ്മിൽ ബന്ധമുണ്ട്. സുഹൃത്തുക്കളുണ്ടാവുന്നതിൽ തെറ്റില്ല. എന്നാൽ സംശയാസ്പദമായ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടാകുന്നതാണ് പ്രശ്നമെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. മേഴ്സിക്കുട്ടിയമ്മ മന്ത്രിയായിരുന്ന കാലത്തെ പദ്ധതിയിലേക്ക് രാജേഷ് കൃഷ്ണ എന്തിന് പണം അയച്ചുവെന്നും വി.ഡി. സതീശൻ ചോദിച്ചു. കത്ത് വിവാദം സിപിഎമ്മിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. വിഷയത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്നും നേതാക്കൾ ഒഴിഞ്ഞു മാറുകയാണ്. കത്ത് വിവാദത്തിൽ സിപിഎം നേതാക്കൾ മറുപടി പറയുന്നില്ലെന്നും സെക്രട്ടറിയുടെ മകനെതിരെയാണ് ആരോപണമെന്നും തോമസ് ഐസക് മാത്രമാണ് എതിർത്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഐസക്കിനെതിരെ ഗുരുതര ആരോപണമില്ല. രാജേഷ് കൃഷ്ണയെ അറിയില്ലെന്ന് ആരോപണ വിധേയരായ ആരും പറഞ്ഞിട്ടില്ല. പിണറായിയുടെ ഭാഷ കടമെടുത്താൽ രാജേഷ് കൃഷ്ണ അവതാരമാണ്. പാർട്ടി കോൺഗ്രസിൽ നിന്നും ഒഴിവാക്കിയ ആളാണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. അല്ല, അവർ തമ്മിൽ ബന്ധമുണ്ടല്ലോ, അത് അവർ നിഷേധിച്ചിട്ടില്ലല്ലോ. ഇയാളെ ആരോപിക്കപ്പെടുന്ന ഷംഷാദ് ആരോപിക്കുന്ന ഒരു CPM നേതാവും രാജേഷ് കൃഷ്ണയുമായിട്ട് ബന്ധമില്ല എന്ന് പറയില്ല. ബന്ധമുണ്ട്, എല്ലാവർക്കും ബന്ധമുണ്ട്. സാമ്പത്തികമായ ഇടപാട് എന്താണ്? ബന്ധത്തിന് നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്ക് എത്രമാത്രം സുഹൃത്തുക്കളുണ്ട് ഇല്ലേ? പഴയ പാർട്ടിക്കാരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളല്ലേ? ലണ്ടനിലും കാണും, ഓസ്ട്രേലിയയിലും കാണും, അമേരിക്കയിലൊക്കെ കാണും. അതൊന്നും കുഴപ്പമൊന്നുമില്ല. സുഹൃത്തുക്കളുണ്ടാകുന്ന കുഴപ്പമില്ല. പക്ഷെ അവരുമായിട്ട് സാമ്പത്തിക ഇടപാടെന്താ? അതായത് സാമ്പത്തിക കുറ്റകൃത്യമായ ഇടപാട് നടന്നിട്ടുണ്ട്. അതാണ് പ്രശ്നം. പിന്നെ സ്റ്റേറ്റിലെ പ്രോജക്റ്റുകളിൽ ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോൾ മേഴ്സിക്കുട്ടിയമ്മ ഫിഷറീസ് മന്ത്രിയായിരിക്കുമ്പോൾ ഒരു പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ രാജേഷ് കൃഷ്ണ അതിലേക്ക് പൈസ അയക്കണം. എന്തിനാ? അല്ല, വരട്ടെ, ഇവർ മറുപടി പറയട്ടെ. ആരോപണ വിധേയരായ ആളുകൾ മറുപടി പറയട്ടെ. അവരത് പറഞ്ഞിട്ടില്ല. ഈ രാജേഷ് കൃഷ്ണയെ നിഷേധിച്ചിട്ടില്ല. ഈ അക്കൗണ്ടിൽ നിന്ന്, കിങ്ഡം സെക്യൂരിറ്റി സർവീസസിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇവർക്ക് പൈസ കൊടുത്തിട്ടില്ല എന്ന് നിഷേധിച്ചോ? അല്ലേ ആരോപണം? മെയിൻ ആരോപണം എന്താ? അതല്ലേ? അതില്ല, ഞങ്ങൾക്കാർക്കും ഒരു പൈസ പോലും അതിൽ നിന്ന് കിട്ടിയിട്ടില്ലെന്ന് പറയട്ടെ. അപ്പൊ തെളിവ് കൊണ്ടുവരാ. അല്ല, അത് വേറെ. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ സരിത കേസിൽ ആളുടെ ക്രെഡിബിലിറ്റി എന്തായിരുന്നു? അവരെന്നൊരു കത്ത് മേടിച്ചിട്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് CBI അന്വേഷണത്തിന് ഉത്തരവിട്ട ആളാ പിണറായി വിജയൻ. സരിത കേസിലെ സരിതയുടെ ക്രെഡിബിലിറ്റി എന്തായിരുന്നു? എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കൈരളിക്കാരോട്.